താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വ്യാജ വാർത്ത ചമച്ചെന്നാരോപിച്ച് സ്വകാര്യ വാർത്താ ചാനലിനെതിരെ മുൻ എംഎൽഎ അനിൽ അക്കര പോലീസിൽ പരാതി നൽകി. തൃശൂർ ലോക്സഭാ സീറ്റിലെ തോൽവി സംബന്ധിച്ച് അന്വേഷിച്ച കെപിസിസി സമിതി ടി.എൻ. പ്രതാപനും അനിൽ അക്കരയ്ക്കും എം.ബി. വിൻസെന്റിനും ജോസ് വള്ളൂരിനുമെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നായിരുന്നു വാർത്ത. എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നും അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന കെ.സി. ജോസഫുമായി നേരിട്ട് സംസാരിച്ചെന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നും അനിൽ അക്കര തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എനിക്കെതിരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും വ്യാജ രേഖയും വ്യാജ വാർത്തയും ഉണ്ടാക്കി കെപിസിസിയെയും എന്നെ വ്യക്തിപരമായും സമൂഹത്തിൽ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള വ്യാജമായ വാർത്ത രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുകയാണ്. ഈ വാർത്ത പൂർണ്ണമായി വ്യാജമാണെന്നും വ്യാജരേഖ ചമച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയുണ്ടാക്കിയ വാർത്തയാണെന്നും അന്വേഷണ കമ്മീഷന്റെ ഏറ്റവും തലമുതിർന്ന അംഗം കൂടിയായ കെ.സി. ജോസഫ് എന്നെ ഫോണിൽ വിളിച്ച് പറയുകയും എനിക്ക് വാട്സപ്പിൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് നിന്നിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ സൽപ്പേരിനെയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ ജീവനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ നടത്തിയ കോൺസ്പിറസിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ രേഖാമൂലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. DGPക്ക് മെയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലോക്കൽ പോലീസിനായ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുൻ നിയമസഭാ അംഗമായതുകൊണ്ട് കേരള നിയമസഭാ സ്പീക്കർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ അംഗീകാരം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് നിയമപരമായി ഈ ചാനലിന്റെ അംഗീകാരം റദ്ദ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പൊതുസമക്ഷം മാപ്പ് പറഞ്ഞ് തെറ്റംഗീകരിക്കുന്നവരെ നിയമപരമായ പോരാട്ടം തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തൃശൂരിലെ ദയനീയ തോൽവിക്ക് പിന്നിൽ ടി.എൻ. പ്രതാപനും അനിൽ അക്കരയും അടങ്ങുന്ന സംഘമാണെന്ന് കെപിസിസി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്ക് ശുപാർശ ചെയ്തെന്നുമായിരുന്നു വാർത്ത. എന്നാൽ ഇക്കാര്യങ്ങൾ നിഷേധിച്ച അനിൽ അക്കര തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി നൽകി. ചാനലിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. TCV തൃശൂർ.